വെറുതെ ഇരിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ കുറിക്കാൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടാവൂലേ? അങ്ങനെയുള്ള സമയങ്ങളിലൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റമാണ് കേട്ടോ അത്. ആദ്യം തന്നെ നമുക്ക് കുറച്ച് വെള്ളം ഒന്ന് തിളപ്പിക്കാനായിട്ട് വെക്കാം. അപ്പോൾ വെള്ളം തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു അല്പം ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം അതിലേക്ക് മക്രോണിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിനെ നല്ലപോലെ ഒന്ന് വേവിച്ചിട്ടെടുക്കണം. അപ്പോൾ നല്ല രീതിയിൽ ഇത് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിനെ വെള്ളത്തിൽ നിന്ന് ഊറ്റി നമുക്കിതൊന്ന് ഫുള്ളൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഇത് കംപ്ലീറ്റ് ഒന്ന് തണുത്ത് വന്നതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ കോൺഫ്ലോറും ഒരു 3/4 ടീസ്പൂണിൻ്റെ അടുത്ത് മൈദ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ കൈ വെച്ചിട്ട് തന്നെ ഇതുപോലെ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി എല്ലാം കൂടെ ഒരു ബോക്സിലേക്ക് ഇട്ടിട്ട് നമുക്ക് ഒന്ന് മൂടി വെച്ചിട്ടൊന്ന് കുലുക്കി കൊടുത്താലും മതി കേട്ടോ. ഇനി നല്ല തിളച്ച എണ്ണയിലേക്ക് നമ്മുടെ ഈ ഒരു മക്രോണി ഇട്ട് കൊടുക്കാം. ഇനി ഏകദേശം ചെറിയൊരു ഗോൾഡൻ കളർ ആയി വരുന്നത് വരെയാണ് കേട്ടോ നമ്മളിതിനെ ഫ്രൈ ചെയ്തെടുക്കേണ്ടത്. ഒരുപാട് ഗോൾഡൻ കളർ ആയി പോകരുത്, അപ്പോൾ കുറച്ച് ഹാർഡായി പോകും. ഈ ഒരു സ്റ്റേജ് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതിനെ എണ്ണയിൽ നിന്നും കോരി മാറ്റാം. അപ്പോൾ മുഴുവനായിട്ടും സെയിം രീതിയിൽ തന്നെ ഞാനിവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ആദ്യം ഞാനിവിടെ ഒരു വലിയൊരു പാത്രത്തിലേക്കാണ് കേട്ടോ ഇതിനിട്ട് കൊടുത്തിട്ടുള്ള മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടിയും ഒരു 1/2 ടീസ്പൂണിൻ്റെ അടുത്ത് ചാട്ട് മസാലയും കൂടെ ചേർത്ത് കൊടുത്ത് ഇതിലേക്ക് ഇട്ടിട്ട് ഇതിനെ ഒന്നും കൂടെ മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ കുറച്ച് കളർ കുറവായി തോന്നിയതുകൊണ്ട് മാത്രം കുറച്ചും കൂടെ കാശ്മീരി മുളക് പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാം കൂടെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഞാനിതുപോലെ ഒരു ബൗളിലേക്ക് കൂടെ മാറ്റി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ, നമ്മുടെ മാക്രോണി ചിപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഡെയിലി ഉണ്ടാക്കി കഴിക്കേണ്ട, വല്ലപ്പോഴൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.